എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ്. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ചവറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പന്മന കൊല്ലം ജില്ലയിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് ചവറ കരുനാഗപ്പള്ളി റൂട്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാട്ടിലമ്മ, കാട്ടിൽ മേക്കതിലമ്മ എന്നറിയപ്പെടുന്ന അമ്മ ഭദ്രകാളി രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം അറിയപ്പെടുന്നത്. അതിൽ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് തന്നെ നമ്മൾ ഒരു കനാലുണ്ട്. ആ ഒരു ജങ്കാറ് വഴിയാണ് നമ്മൾ ജങ്കാറോ അല്ലെങ്കിൽ വള്ളമോ ഒക്കെ കയറി വേണം നമ്മൾ ക്ഷേത്രത്തിലോട്ട് എത്താനായിട്ട്. ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറം കടലാണ്, വലിയ കടൽ. ക്ഷേത്രം പ്രസിദ്ധമായ ആവാൻ കാരണം ഇവിടെ മണികെട്ടാണ്, മണികെട്ട് അമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. മണിയാണ് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടായിട്ട് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അമ്മയെടുത്ത് പറഞ്ഞിട്ട് എന്താണോ അവരുടെ കാര്യങ്ങൾ അതെല്ലാം നടത്തി തരുന്നതിന് വേണ്ടിയിട്ട് മണി കെട്ടുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമായിട്ടുള്ളത്. ഇതിൽ 2004 ഒരു ഭയങ്കര ഒരു സുനാമി വന്നപ്പോൾ ഈ അമ്പലത്തിൽ യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല. ഈ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ മാത്രം ആ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് അമ്പലം ഭയങ്കര പ്രസിദ്ധമാവുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പോകുന്ന വഴിയിൽ ഒരു ഉത്സവ പ്രതീതിയാണ് അമ്പലത്തിൽ. രണ്ട് സൈഡിലും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ആൾക്കാർ, കച്ചവടക്കാർ, ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് ഏകദേശം നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാവട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓച്ചിറ അമ്പലത്തിൽ നമ്മൾ ചെല്ലും പോലെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് കച്ചവടക്കാരുടെ ജീവിതം ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ആരുടെയും മുഖം മാക്സിമം കാണിക്കാതെ ഒഴിവാക്കുന്നുണ്ട്. ആരുടെയും മുഖം കാണിക്കാതെ തന്നെയാണ് ഞാൻ വീഡിയോ മാക്സിമം ഞാൻ എടുക്കുന്നത്. സോ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെന്നില്ലെങ്കിൽ ക്ഷമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മണൽ ഒരു പരപ്പാണ്. അമ്പലം ഫുള്ള് ഒരു മണൽ പരപ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എപ്പോഴും ഇവിടെ അന്നദാനമുണ്ട്. അന്നദാനം എന്ന് പറയുന്നത് നമുക്ക് കഞ്ഞിയും പയറുമാണ് അന്നദാനം. ഇവിടെ അടുത്തായിട്ട് അന്നദാന മണ്ഡപമുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്ലേറ്റും കാര്യങ്ങളും എടുക്കാം. നമുക്ക് വാഷ് ചെയ്യാനുള്ള പൈപ്പും കാര്യങ്ങളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. നമ്മളെല്ലാം അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പോയിട്ട് നല്ല ചൂട് കഞ്ഞിയും പയറും അത് ഒരുമിച്ച് മിക്സ് ചെയ്താണ് അവിടെ നടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കഞ്ഞിയും പയറും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ആഹാരമാണ്. അത് നമ്മൾ സൈഡിൽ ഉപ്പ് ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളോട്ട് വരാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാസം എന്ന് പറയുന്നത് വൃശ്ചിക മാസമാണ്. ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ട മാസങ്ങളൊരെണ്ണം ആയിട്ടുള്ള വൃശ്ചിക മാസം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടുള്ളത്. പിന്നെ ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിവസങ്ങൾ പ്രധാനമാണ്. നവരാത്രി, കാർത്തിക, ദീപാവലി, പിന്നെ ശബരിമല മണ്ഡലകാലം തുടങ്ങിയവയെല്ലാം വിശേഷ ദിവസങ്ങളാണ്. പിന്നെ ഇതിനകത്ത് നമുക്കിവിടെ ദുർഗാ ഭഗവതി ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ഭദ്രകാളിയാണ് ഏറ്റവും ഒരു വലിയ പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. ദേവിയാണ്, ഭദ്രകാളി ദേവിയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2004 സുനാമിയിൽ ഇവിടെ ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഇതൊരു ഭയങ്കര വിശ്വാസത്തിലോട്ട് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ ക്ഷേത്രത്തിലെ ഈ ഒരു ഏറ്റവും പ്രശസ്തമായ ഒരു വഴിപാടാണ് മണികെട്ട് വഴിപാട്.
ഈ മണികെട്ട് വഴിപാടിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ക്ഷേത്രത്തിലെ ഒരു വൃശ്ചികോത്സവത്തിന് കൊടിയേറിയ സമയത്ത് കൊടിമരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ചെറിയ മണി അബദ്ധത്തിൽ താഴെ വീണു. ആ മണിയെടുത്ത് അന്നത്തെ ക്ഷേത്ര പൂജാരി തൊട്ടടുത്തുള്ള പേരാളിൽ കെട്ടിയിട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്നു. പിന്നീട് നടത്തിയ ദൈവപ്രശ്നത്തിലാണ് ഈ പറയുന്ന മണികെട്ടിന് ദേവീപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണെന്ന് തെളിയുകയും അതിനുശേഷം ആണ് അന്ന് ഭക്തർ ക്ഷേത്രത്തിൽ നിന്നും ഈ പൂജിച്ചു നൽകുന്ന മണിയുമായി പേരാലിൽ 7 തവണ വലം വെച്ച് തങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ആലിൽ കൊമ്പിൽ കെട്ടുന്നു. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മണികളാണ് ആൽമരത്തിൽ ഭക്തർ കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയട്ടോ, നമുക്ക് ഇത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണെന്നറിയാമല്ലോ. എന്നാൽ ഈ ക്ഷേത്രവളപ്പിൽ 5 കിണറുകളുണ്ട്. ക്ഷേത്രവളപ്പിൽ അത് തികച്ചും നല്ല ശുദ്ധജലമാണ്. ഒരു ഉപ്പുരസമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ക്ഷേത്രത്തിൽ. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതായിട്ട് കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ കടലാണ്. ഒരു സൈഡിൽ കായലാണ്. അതിൻ്റെ നടുക്കാണ് ഈ ശുദ്ധജല കിണറുള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പം മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് വലയിടുകയും മത്സ്യബന്ധനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിന് തൊട്ട് പുറകിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ കടൽ. അതായത് 10 മീറ്റർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അടുത്തായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്, ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും അടുത്താണ്. നിങ്ങൾ ഫാമിലിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ട്രിപ്പ് നിങ്ങൾ ക്ഷേത്രത്തിലോട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. കുട്ടികൾക്ക് വള്ളത്തിൽ കയറാം, ജങ്കാറിൽ കയറാം. നമുക്ക് ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിലുപരി ഏറ്റവും മനോഹരമായ കാര്യം ഈ ക്ഷേത്രവുമായി ചുറ്റപ്പെട്ട സ്ഥലങ്ങളും ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരും ക്ഷേത്രത്തിലെ ആൾക്കാരും മനോഹരമായിട്ടാണ് നമ്മളടുത്ത് സംസാരിക്കുന്നതും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എല്ലാം. നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്യും. സുഹൃത്തുക്കളെ, എൻ്റെ ഒരു എളിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സഹകരിക്കുക. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.